ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചെമ്മരിപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ ശ്രുതി മറച്ചു വെച്ചിരിക്കുന്ന ഓരോരോ കള്ളത്തരങ്ങളെല്ലാം തന്നെ പതിയെ പതിയെ തെളിഞ്ഞു വരികയാണല്ലേ. അതിൽ പല കള്ളത്തരങ്ങളും തന്നെ നമ്മുടെ സച്ചിയായിട്ട് തന്നെ കണ്ടുപിടിച്ചിരുന്നത് ശ്രുതിയുടെ പാർലർ അല്ലാതെ ശ്രുതി അവിടുത്തെ ഒരു ജോലിക്കാരിയാണെന്നുള്ള കണ്ടുപിടിക്കുന്നുണ്ട് സച്ചിയെങ്കിലും സച്ചി ഒരു സത്യം പറയുന്നത് രവിയോടാണല്ലേ. രവി അന്നേരം പറയുന്നുണ്ട്, സച്ചി നീ ഒരിക്കലും ഇത് എല്ലാവർക്കും മുന്നിൽ വെച്ച് പറയരുത്, എന്തായാലും നീ എന്നോട് മാത്രമായി പറഞ്ഞ് നന്നായി, അല്ലെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമായിരുന്നു. ഒരു പക്ഷേ ശ്രുതിക്ക് പാർലർ ഇല്ല എന്ന കാര്യം അമ്മയ്ക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. നിനക്കറിയാലോ, ശ്രുതിക്ക് ജോലിയില്ല എന്നറിഞ്ഞ സമയത്തും ശ്രുതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതാണ് അമ്മ. അതുപോലെ തന്നെയാണ് ശ്രുതിയുടെ കാര്യവും. ശ്രുതി ഒരു വലിയ പണക്കാരൻ്റെ മകളായതുകൊണ്ട് തന്നെ ശ്രുതി എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം മറക്കുവാനായിട്ട് അമ്മ ശ്രമിക്കും. ഒരു പക്ഷേ അമ്മയ്ക്ക് എല്ലാ സത്യങ്ങളും അറിയാമായിരിക്കും. നമ്മളിനി ഇതൊക്കെ പറഞ്ഞ് വെറുതെ എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്, കള്ളം ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റില്ല, സത്യം പറഞ്ഞാൽ മറന്നേക്ക് പുറത്ത് വരും എന്നൊക്കെ രവി പറയുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ എല്ലാ പാർലർ എന്നുള്ള സത്യം എല്ലാവരും തന്നെ അറിയാൻ പോകുന്ന ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ശ്രുതിക്ക് കാനഡയിലേക്കായിട്ടൊരു ജോലി സെറ്റായിരിക്കുകയാണല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ സ്വപ്നങ്ങൾ കാണുകയാണ് ശ്രുതി. ആ ഒരു സ്വപ്നം നിറവേറ്റുന്നതിന് വേണ്ടി പല രീതിക്ക് തന്നെ ശ്രുതിയോടായിട്ട് നമ്മുടെ ശ്രുതി സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഏത് വിധേന അച്ഛനെ കണ്ട് സംസാരിക്കണം, 14 ലക്ഷം രൂപ ഒപ്പിച്ചു തരണം എന്നൊക്കെ പറയുകയാണ്. പല തവണകളായിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് ശ്രുതി ആകെ ക്ഷമ കെട്ട് പറയുന്നുണ്ട്. ശ്രുതി ആദ്യം ഒരു 6 മാസം അല്ലെങ്കിൽ വേണ്ട 1 മാസമെങ്കിലും ഒരു ജോലി കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യേ, എന്നാൽ ഞാൻ ഇതേക്കുറിച്ച് സംസാരിക്കാമെന്ന് പറയുകയാണ്. കാരണം ശ്രുതിക്ക് അറിയാമല്ലോ, ശ്രുതി ഒരിടത്തും തന്നെ സ്ഥിരമായിട്ട് ജോലിക്ക് പോവുകയില്ല. അതുകൊണ്ട് തന്നെ 1 മാസം തികച്ച് ശ്രുതി ജോലി ചെയ്യുകയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ശ്രുതി ഇങ്ങനെ ഒരു ചൂണ്ടയിടുന്നതും. എന്നാൽ ശ്രുതിയുടെ ഒരു സംസാരം ശ്രുതിയെ വല്ലാതെ തന്നെ വേദനിപ്പിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ ശ്രുതി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ശ്രുതി ജോലി ചെയ്യുന്ന ബ്യൂട്ടി പാർലറിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അവിടെ ചെല്ലുന്ന സമയത്ത് ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന നിത്യയോടായിട്ട് ശ്രുതി എന്തേന്ന് ചോദിക്കുന്ന സമയത്ത് മേഡം അകത്ത് വർക്കിലാണെന്ന് പറയുകയാണ്. വേഗം തന്നെ മേഡത്തിനെ വിളിച്ചുകൊണ്ട് വരാനായി നിത്യയോടായിട്ട് ശ്രുതി പറയുകയും നിത്യ അകത്തേക്ക് കയറി പോകുന്ന സമയത്താണ് ശ്രുതി ആ ബോർഡ് കാണുന്നത് കേട്ടോ. ചന്ദ്ര ബ്യൂട്ടി പാർലർ എന്നുള്ള പേരിന്റെ സ്ഥാനത്തായിട്ട് ഗ്രീൻ വേൾഡ് ബ്യൂട്ടി പാർലർ എന്ന് കാണുന്ന സമയത്തേക്കും ശ്രുതി ആകെ ഞെട്ടുകയാണ്. എന്നിട്ട് എൻ്റെ മനസ്സിൽ ചിന്തിക്കണം, എന്തുകൊണ്ടായിരിക്കും അവൾ അമ്മയുടെ പേര് മാറ്റി, എന്നിട്ട് വീട്ടിൽ ആരോടും പറഞ്ഞില്ലല്ലോ, എന്തോ ഒരു കള്ളത്തിൽ അവൾ മറച്ചു വെക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിത്യ വന്ന് ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട് മേഡത്തിന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും രണ്ടുപേരും ആകെ ഞെട്ടുകട്ടോ. കാരണം ശ്രുതി എങ്ങാനും പാർലറിന്റെ ബോർഡ് വായിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ. പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ശ്രുതിയുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ശ്രുതി ബോർഡ് വായിച്ചു മൊത്തം പന്തികേടായിട്ടിരിക്കുകയാണെന്ന് മനസ്സിലാവുകയാണ് കേട്ടോ. വേഗം തന്നെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ശ്രുതിയെ കാണുമ്പോൾ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ഇത് അമ്മയുടെ പേര് മാറ്റാൻ നിന്നോട് ആരാ പറഞ്ഞത്, അങ്ങനെ പേര് മാറ്റണമെങ്കിൽ തന്നെ നീ തനിയെ തീരുമാനിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ആ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി എന്നത്തെ പോലെ തന്നെ ഒരുപാട് കള്ളങ്ങളാണ് നിരത്തുകയാണ്. ശ്രുതി പറയുന്നത് ഇങ്ങനെയാണ്, അമ്മയുടെ പേര് തന്നെയാണ് ബ്യൂട്ടി പാർലർ ഇപ്പോഴും, പക്ഷേ ബോർഡിന് ചെറിയൊരു ഡാമേജ് സംഭവിച്ചുകൊണ്ട് അത് ശരിയാക്കാനായിട്ട് പുറത്തേക്ക് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഈ ഗ്രീൻ വേൾഡ് ബ്യൂട്ടി പാർലർ എന്ന് പറയുന്ന പാർലറുമായിട്ട് നമ്മൾ ടൈപ്പ് ചേർന്നിട്ടുണ്ട്. ഇത് ഫേമസ് ആയിട്ടൊരു ബ്യൂട്ടി പാർലർ, അതുകൊണ്ട് തന്നെ ഇവരുടെ വർക്കുകളെല്ലാം തന്നെ നമുക്ക് കിട്ടും, അതിലൂടെ നമുക്ക് ഒരുപാട് സമ്പാദിക്കാനാവുമെന്നൊക്കെ ശ്രുതി പറയുമ്പോഴത്തേക്കും മീര ആകെ വായും വിളിച്ചിരിക്കാൻ. മീരയുടെ നിപ്പ് കാണുമ്പോൾ തന്നെ ശ്രുതി വേഗം മീരക്കിട്ട് ഒരു തട്ട് തട്ടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മീര നീ പറ, കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്ക്, ബ്യൂട്ടി പാർലറിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു പറയുമ്പോഴത്തേക്കും മീരയും പറയുകയാണ്, ഇത് വലിയൊരു ബ്യൂട്ടി പാർലറാണ്, ഇവരുമായിട്ട് ടൈപ്പ് ചേർന്നിട്ടുണ്ട് നമ്മുടെ ശ്രുതി, അതുകൊണ്ട് തന്നെ ഇനി വെച്ചൊരു ഉയർച്ചയിലായിരിക്കും എന്നൊക്കെയാണ് മീരയും പറയാൻ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാണ്. ശ്രുതി പറയുന്നുണ്ട്, അമ്മയുടെ പേര് ഇല്ലെങ്കിൽ എന്താ, നമുക്ക് സമ്പാദിച്ചാൽ മതിയല്ലോ, അങ്ങനെ ഒരു ചിന്ത തന്നെയാണ്. അതായത് ചന്ദ്രയുടെ അതേ സ്വഭാവം തന്നെയാണ് നമ്മുടെ ശ്രുതിക്കുള്ളത്. പിന്നെ ശ്രുതി ഞാൻ ഈ ഒരു കാര്യം വീട്ടിൽ ചെന്ന് പറയട്ടെ, നമ്മൾ വെച്ചൊരു ഉയർന്ന് കാണുമ്പോഴത്തേക്കും നമ്മുടെ അമ്മയ്ക്ക് അത് ഭയങ്കര സന്തോഷവും. പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട് കേട്ടോ, ശ്രുതി ഡാമേജ് സംഭവിച്ചെന്ന് പറഞ്ഞ അമ്മയുടെ ബോർഡിൽ അതിവിടെ കൊണ്ട് വെക്കണം കേട്ടോ, ചെറുതാണെങ്കിലും അമ്മയുടെ പേരുള്ള ബോർഡ് അത് നമ്മുടെ ബ്യൂട്ടി പാർലറിന് അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ശ്രുതി അവിടുന്ന് പോകുന്നത്. ശ്രുതി പോയി തൊട്ടുപിറകെ തന്നെ ശ്രുതി ആകെ ടെൻഷൻ നിൽക്കാണ്ട്, കാരണം ശ്രുതി നേരെ പോയിരിക്കുന്ന വീട്ടിലേക്കാണ്. എന്തായാലും സത്യങ്ങളെല്ലാം തന്നെ ശ്രുതി വീട്ടിൽ തുറന്ന് പറയുമെന്നും നമ്മുടെ ശ്രുതിക്ക് മനസ്സിലായിരിക്കുകയാണ്. അങ്ങനെ ശ്രുതി വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അച്ഛനെയും അമ്മയെയും എല്ലാവരും വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്, ശ്രുതിയുടെ ബ്യൂട്ടി പാർലറില്ലേ അത് വേറൊരു ബ്യൂട്ടി പാർലറുമായിട്ട് ടൈപ്പ് ചേർന്നിരിക്കുകയാണ്. ഗ്രീൻ വേൾഡ് എന്നാണ് ബ്യൂട്ടി പാർലറിന്റെ പേര്. ഇപ്പം ആ പേരാണ് നമ്മുടെ ബ്യൂട്ടി പാർലറിന് വെച്ചിരിക്കുന്ന, അമ്മയുടെ പേര് ഇപ്പം അവിടെ ഇല്ല എന്നൊക്കെ ശ്രുതി പറയുമ്പോഴത്തേക്കും നമ്മുടെ രവിയും സച്ചിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് കേട്ടോ. കാരണം ഈ ഒരു സത്യം ഇരുവർക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ. പക്ഷെ ചന്ദ്ര അങ്ങനെയല്ലല്ലോ, ചന്ദ്രയുടെ പേരിലുണ്ടായിരുന്ന ബ്യൂട്ടി പാർലർ ആണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും പൊങ്ങച്ച വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നല്ലേ. അതുകൊണ്ട് തന്നെ ചന്ദ്രയുടെ മുഖം വേഗം തന്നെ മാറുക കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, ആഹാ അപ്പൊ അമ്മയുടെ പേരിൽ ഇപ്പൊ ബ്യൂട്ടി പാർലർ ഇല്ലാലേ, ഇപ്പൊ അമ്മയുടെ പേരിലുള്ളതെന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയുടെ പൂക്കട മാത്രമാണ് എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്ക് വേഗം തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ എൻ്റെ പേരും മാറ്റിയത്, അതിനിപ്പോൾ എനിക്ക് സങ്കടമൊന്നും ഇല്ലയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ഈ ഒരു സമയത്ത് സച്ചി നേരെ രവിയോടായിട്ട് ചോദിക്കുകയാണ്, ഇതെൻ്റെ അച്ഛൻ അമ്മയൊന്നും പ്രത്യേകിച്ച് പറയാതെ പോയത്, സാധാരണ അമ്മ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും ചന്ദ്രയുടെ സ്വഭാവം എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല എന്ന് പറയുക കേട്ടോ.
എന്നാൽ തനിക്ക് സങ്കടമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് റൂമിലേക്ക് ചെന്നിരിക്കുന്ന ചന്ദ്ര ആകെ ദേഷ്യത്തിലാണ്. ദേഷ്യത്തിൽ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രയുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ ശ്രുതിക്ക് എന്തോ പന്തികേട് തോന്നുകയാണ്. ശ്രുതി വേഗം തന്നെ ചന്ദ്രയുടെ അടുത്തുനിന്ന് പറയുന്നുണ്ട്, ആൻറ്റിയോട് ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയണമെന്നൊക്കെ വിചാരിച്ചതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും വേണ്ട, ഒന്നും മിണ്ടണ്ട, നീ എൻ്റെ റൂമിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് ശ്രുതിനെ കുട്ടിയെക്കൊണ്ട് റൂമിലേക്ക് ചെല്ലാണ്ട്. എന്നിട്ട് നമ്മുടെ ശ്രുതിന് കണക്കിന് തന്നെ നമ്മുടെ ചന്ദ്ര കൊടുക്കുന്നുണ്ട്. നിന്നോട് ആരാ പറഞ്ഞ പേര് മാറ്റാനായിട്ട്? ഒന്നുമല്ലെങ്കിൽ അതിൻ്റെ പേര് ഞാൻ എന്തോ ചീത്ത കേട്ടാണ് എൻ്റെ വീടിൻ്റെ ആധാരം പടയം വെച്ചിട്ടല്ലേ നിനക്ക് പാർലർ ഉണ്ടാക്കി തന്നത്, എന്നിട്ട് നീ എന്തിനാ എൻ്റെ പേര് മാറ്റിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണെങ്കിൽ ഇതിനെല്ലാം തന്നെ തക്കതായ ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര ഇതൊന്നും തന്നെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. ചന്ദ്ര വേഗം തന്നെ പറയുന്നതാണ്, എൻ്റെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ, എനിക്കൊരു മറ്റൊരു മുഖം കൂടി ഉണ്ട്, അതെന്നെ കൊണ്ട് എടുപ്പിക്കാൻ നിൽക്കരുത് ശ്രുതി, ഇനി ഒരിക്കലും എന്നെ മറച്ചു വെച്ചുകൊണ്ട് ഒരു കാര്യം ഇവിടെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിക്കത് നല്ലത് തന്നെ തല്ലില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ രീതിക്കും നല്ല തിരിച്ചടി നമ്മുടെ ശ്രുതിക്കട്ടായിട്ട് ചന്ദ്ര കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.